നമസ്കാരം. പോളിനെ കുറിച്ച് പറയാൻ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ എ കംപ്ലീറ്റ് ഫാമിലി മാൻ. 30 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ട് പരിചയപ്പെട്ടപ്പോൾ ഞാൻ എടുത്ത എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമായിരുന്നു ഇദ്ദേഹത്തെ വിവാഹം ചെയ്യാൻ. അതിൽ ഞാൻ ഇപ്പോഴും സംതൃപ്തിയാണ്. ആ തീരുമാനത്തിൽ ഞാൻ വളരെ സന്തോഷവതിയുമാണ്. പോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ കാലത്ത് ഞങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെ തിരി എത്ര കാറും തോട് എല്ലാം ഉണ്ടായിട്ടും മായാതെ മറയാതെ കെടാതെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുക. അപ്പോൾ ഒത്തിരി ശ്രദ്ധിക്കുന്നു. ഒരു സാധാരണ പെൺകുട്ടിയായി ഞാൻ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് ബോറടിക്കാതിരിക്കാനാണ്. അപ്പോൾ ഒരു കോഴി ഫാം കറിക്കുന്ന കാരണം BSc സോളജി ആളായിരുന്നു. അപ്പോൾ ബോറടിക്കാതിരിക്കാൻ ഒരു കോഴി ഫാം നടത്തി തന്നു. അതിനുശേഷം ഞങ്ങൾ പിഗ് ഫാം അതെല്ലാം നടത്തി. പിന്നീട് എന്നെ ഒരു വളരെ നല്ലൊരു ബിസിനസ് വുമണാക്കി വളർത്തി. സാധാരണ എല്ലാ ഭർത്താക്കന്മാർക്കും ഒരു കോംപ്ലക്സ് ഉണ്ടാകാറുള്ളത്, ഭാര്യ ഒരു ബിസിനസ് ചെയ്തു, വല്ല ഭർത്താവിനൊപ്പം നടക്കുന്നു, ഭാര്യയ്ക്ക് ആവശ്യത്തിന് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. അതൊന്നും പോന്നെ സംബന്ധിച്ച് ഇല്ല. ഭാര്യയ്ക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകി എന്നെ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു. എൻ്റെ കസിൻസിനൊക്കെ പോളിന്റെ സ്വഭാവം കണ്ടിട്ട് പറയും, ഞങ്ങളുടെ മക്കൾക്ക് പോളിനെ പോലെ ഒരു ഭർത്താവിനെ കിട്ടിയാൽ മതിയെന്ന് പറയാറുണ്ട്. അതുകൂടാതെ ഞങ്ങൾ കുറച്ച് യാത്രയൊക്കെ ചെയ്യുന്ന സാധാരണ ഒരു ഗ്രാമത്തിൽ നിന്ന് എന്നെ ഒരു 25ഓളം രാജ്യങ്ങൾ സന്ദർശിച്ച് അപ്പോൾ അവസരം തന്നു. അത് ഒത്തിരി സന്തോഷമുണ്ട്. അതുകൂടാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ കല്യാണം കഴിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ. ഒന്ന്, മദ്യം കഴിക്കുന്നത്. രണ്ടാമത്, നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വഴക്കുകളൊക്കെ ഉണ്ടാവും, എങ്കിലും അത് ആ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് തീർക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് ഈ 31 വർഷത്തിലും അത് ഇന്ന് വരെ അതേപോലെ അതേ പറഞ്ഞ അതേ ഗ്യാരണ്ടിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അത് ഞാൻ ഞങ്ങളുടെ കസിൻസൊക്കെ കല്യാണം കഴിച്ച് പോകുമ്പോൾ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നിങ്ങൾ ആ രാത്രി അത് ഉറങ്ങുന്നതിന് മുമ്പ് അത് തീർക്കണം. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് ഈ ഡൈവോഴ്സുകളും അങ്ങനത്തെയൊക്കെ ഒഴിവാക്കാൻ പറ്റും. കാരണം ചെറിയ പ്രശ്നങ്ങളാണല്ലോ ഈ വലുതായി വരുന്നത്. അതുകൂടാതെ ഒരു ഭയങ്കര സിമ്പിൾ മാനാണ്. ഇപ്പോൾ പലര് പിരിവുകാർക്കും പല രീതിയിൽ സഹായത്തിനൊക്കെ വരുമ്പോൾ പോളിന് ഫോൺ വിളിക്കുമ്പോൾ പോയിട്ട് ഒന്ന് നോ പറയാൻ ഒരിക്കലും പറ്റാറില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന നവരസനമൊക്കെ ഫോൺ വിളിക്കുമ്പോൾ കാണിക്കാറുണ്ട്. അതുകൂടാതെ കഥകളി മുദ്രകൾ അറിയാത്തതും എല്ലാ കഥകളി മുദ്രകളും പറഞ്ഞാലാണ് ആ എമൗണ്ടിന്റെ തുക കുറയ്ക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു 4:30 എഴുന്നേൽക്കുന്ന ആൾക്കാരാണ്. എഴുന്നേറ്റ ഉടനെ തന്നെ ഒരു 10 മിനിറ്റ് കട്ടിലയിൽ നിന്ന് പ്രാർത്ഥന ചെല്ലാറുണ്ട്. അതിനുശേഷം രൂപത്തിനടുത്ത് വന്ന് തിരികെത്തിച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് അവിടെ നിന്ന് പ്രാർത്ഥന. അതിനുശേഷം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ 5:45 എല്ലാ ദിവസവും പള്ളിയിൽ പോകാറുണ്ട്. അതൊക്കെ എനിക്ക് അത്ര ഭക്തിയൊന്നും കല്യാണം കഴിക്കുന്ന കാലത്തില്ലായിരുന്നു. പോയിക്ക് പക്ഷെ പോലെ അമ്മച്ചിയും ചാച്ചന്റെ അപ്പനൊക്കെ ഭയങ്കര പ്രാർത്ഥനക്കാരായിരുന്നു. എന്നോടെപ്പോഴും പറയാനുണ്ട്, അവര് ചെല്ലി തന്ന മാതൃക പിന്തുടർന്നപ്പോ എപ്പോഴും നല്ല ഒരു പ്രാർത്ഥന ജീവിതം കാഴ്ചവെക്കാൻ അത് പിന്തുടർന്ന് എനിക്കും കുറച്ച് ഭക്തിയൊക്കെ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ഈ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിൽ സാരിക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തോ, അത് വിലയും പ്രശ്നമില്ല. അത് എത്ര സമയം ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂറോ ഷോപ്പിങ്ങിന് ചെലവഴിച്ചാലും യാതൊരു പ്രശ്നവുമില്ല. അത് ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ എനിക്ക് ഷോപ്പിങ്ങിന് എല്ലാം ചെയ്യാം. പക്ഷെ എന്നാൽ പോയിക്കൊരു ഷർട്ട് എടുക്കാൻ പറഞ്ഞാൽ എനിക്ക് എന്ത് വേണ്ട ഏതൊരു ഷർട്ട് ഇന്നും ഈ ഡ്രസ്സും എടുത്താൽ പോലും അത് എനിക്ക് വേണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും നിർബന്ധിച്ച് മാത്രമേ എടുക്കാറുള്ളൂ. ഇത് നമ്മൾ ഇപ്പം പണ്ട് മക്കളെ പഠിപ്പിച്ച ഒരു സ്റ്റോറിയാണ് ഞാൻ ഓർക്കുന്നത്. ഒരു യാചകൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന വഴിക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. അയാള് എന്നും പ്രാർത്ഥിക്കുന്നതിന്റെ മാതാവ് ഈശോയോട് പറഞ്ഞു, മോനെ, ആ മനുഷ്യൻ എല്ലാ ദിവസവും വന്നിരുന്ന് യാചകനല്ലേ പ്രാർത്ഥിക്കാറുണ്ട്, അയാൾക്കൊരു ഇത് കൊടുത്താല് അയാൾ പിന്നെ ഈ യാചക പണി നിർത്തി സുഖമായി ജീവിക്കുമെന്നോ തോന്നുന്നു. അങ്ങനെ മാതാവ് പറയുന്ന കേട്ടിട്ട് ഈശോ ഒരു സ്വർണത്തിന്റെ കിരി അവിടെ അയാൾ പോകുന്ന വഴിക്ക് ഇട്ടു.
അപ്പൊ അന്ന് രാവിലെ ഈ യാചകൻ ഓർത്തു, ഞാൻ ഇന്ന് എനിക്ക് കണ്ണ് കാണാതെ ഇരുന്നാൽ ഞാനൊന്ന് യാതനയ്ക്ക് പോകുമ്പോ എങ്ങനെയാവും ഞാൻ നടക്കുക എന്ന് വെച്ചാൽ ഈ കണ്ണടച്ചിട്ട് യാചക പ്രവർത്തിക്കുകയും. അപ്പൊ നിർഭാഗ്യവശാല് അയാൾക്ക് ഈശോ കൊടുത്ത സ്വർണ്ണക്കിളി കാണാൻ സാധിച്ചില്ല. ഈ കഥയുടെ ഒരു പ്രചോദനമാണ് ഞങ്ങൾ ഇന്ന് നടത്തിയ ഈ 60ാമത്തെ ജന്മദിനം. കാരണം നമുക്ക് ദൈവം സൗഭാഗ്യം തന്നിട്ടുണ്ട്, ബുദ്ധിമുട്ടുകളും സഹനങ്ങളും ഒക്കെ തന്നിട്ട് എന്നിലും ഞങ്ങൾ ഈ നിലയിലെത്തി. അപ്പം ഈ 60ാമത്തെ ബർത്ത്ഡേ ഒന്ന് ആഘോഷിക്കണം. ഞങ്ങൾ ഒരു 2 വർഷം മുമ്പ് തന്നെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ ഞാനൊരു 2 വർഷം മുമ്പ് എടുത്ത സാരിയാണ് ഈ സാരി. അതും വിൽക്കാതെ സൂക്ഷിച്ചു വെച്ചു. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവരോട് പറയും, പിള്ളേരുടെ എല്ലാം സൗകര്യം അനുസരിച്ച് സെലിബ്രേറ്റ് ചെയ്യാൻ നേരത്ത് പറയും, സാരിയൊക്കെ കൂക്കാൻ തുടങ്ങി, നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യണം. അങ്ങനെ നാളെയാണ് പോന്റെ യഥാർത്ഥ ബർത്ത്ഡേ. അപ്പൊ ഇന്നും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബർത്ത്ഡേ നമുക്ക് ഷഷ്ടി പൂർത്തി ആഘോഷിക്കാൻ പറ്റൂല. അങ്ങനെ ഞങ്ങൾ ഈ 1 വർഷം 1.5 വർഷം മുമ്പ് തുടങ്ങി. പിന്നെ ഒരു 3 പോയിന്റ് ഒരു സ്വഭാവ സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു, ഒരു ഫംഗ്ഷൻ നടത്താൻ തീരുമാനിച്ചാൽ അത് എന്ന് തീരുമാനിച്ചോ അന്ന് തൊട്ട് പ്രാർത്ഥിച്ചു തുടങ്ങാറുണ്ട്. അത് പോന്റെ മാത്രം ഞാൻ കാണുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ദൈവം സഹായിച്ച് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും പോന്റെ പ്രാർത്ഥന ചൊരുങ്ങുന്നത് കൊണ്ട് നടന്നു പോകാറുണ്ട്. അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. പിന്നെ ഇടയ്ക്ക് ഈ പിള്ളേർ പറയുന്ന പോലെ ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ റത്താൻമാരോട് ചോദിക്കും, സാലി അടുത്ത ഒരു ജന്മമുണ്ട്, സാലിക്ക് എന്റെ ഭാര്യയായിട്ട് വരുമോ എന്ന് ചോദിക്കും. ഒരു മാസത്തിൽ 2 പ്രാവശ്യം മിസ്റ്റർ അന്നും ചോദിക്കാതെ ഇപ്പോഴും ചോദിക്കാതെ. പിന്നെ ഞാൻ ഓരോ പ്രാവശ്യം ചോദിക്കുമ്പോഴും ഞാൻ പറയും, ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്ത, അങ്ങനെ ഞാൻ പറയാറുണ്ട്. അതും കേൾക്കുമ്പോൾ പോന്റെ മുഖത്തൊരു വിഷമം ഇപ്പോഴും വരാറുണ്ട്. പക്ഷെ ഞാൻ അത് എല്ലാ പ്രാവശ്യം ചോദിക്കുമ്പോഴും ഞാൻ അതേ മറുപടിയാണ് കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ ഹിന്ദു വിശ്വാസപ്രകാരം 7 ജന്മം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ 7 ജന്മം ഉണ്ടെങ്കിലും പോന്റെ ഭാര്യയായിട്ട് എനിക്ക് ഇതാഗ്രഹം. ഞാനത് അപ്പോൾ പറഞ്ഞില്ല എങ്കിൽ ഇപ്പോൾ അത് പറയുന്നു. അത് പോയിക്ക് അറിയാമായിരിക്കും. എങ്കിലും ഞാനൊരു സ്ട്രിക്റ്റായ ഒരു ഭാര്യയാണ്. പോന്റെ ഡയറ്റും അങ്ങനെ എല്ലാം ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും ഒരു സാലി കുറച്ച് സ്ട്രിക്റ്റ് ആണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഈ സുന്ദരക്കുട്ടപ്പനായി ഇരിക്കുന്ന പോന്റെ പുറകിൽ എൻ്റെ സ്ട്രിക്റ്റ്നെസ് ഉണ്ട്. എന്നാലും ഞങ്ങൾക്ക് ഇതൊരു അവസരം ദൈവം ഒരുക്കി തന്നു. എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും നന്ദി. ഞങ്ങൾ ചെറിയ പരിപാടിയാണ് കരുതിയിരുന്നെങ്കിലും നമ്മൾ ഇത്രയും വലിയ പരിപാടിയെ എല്ലാവർക്കും നന്ദി. എല്ലാവരും പങ്കെടുത്തതിന് നന്ദി. ഇനി പോയിക്ക് സപ്തതി 70 വർഷം ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ എപ്പോഴും നമ്മൾ ഒരു ഈസ്റ്ററിന് പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഭാഗ്യം ദൈവമേ അടുത്ത ഈസ്റ്റർ ആഘോഷിക്കാൻ. കുറെ നീണ്ടത് ഞങ്ങൾ ഒരിക്കലും ചോദിക്കാറില്ല, ഒരു ഈസ്റ്റർ കൂടി ആഘോഷിക്കാൻ ദൈവ അവസരം നൽകും. അതുപോലെ പോയിക്കിനി ഒരു സപ്തതി ആഘോഷിക്കാൻ ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു.